ഈ കാണുന്ന കപ്പാസിറ്റർ ആണ് ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിന്റെ ലൈന് കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കമ്പൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ബിറ്റ് മാപ്പും സ്കീമാറ്റിക്സും ഓൺ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മളെ കയ്യിലുള്ള സെറ്റ് iPhone 11 ആണ്. കംപ്ലൈൻറ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഫുൾ കംപ്ലീറ്റ് ഡെഡ് ആണ്. യാതൊരു റെസ്പോൺസും ഇല്ല. ആദ്യം നമുക്ക് പവർ സപ്ലൈയിൽ ഇട്ടിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. പവർ സപ്ലൈയിലിട്ട് ചെക്ക് ചെയ്യുമ്പോൾ കംപ്ലീറ്റ് ഷോർട്ടാണ്. ഷോർട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടി തെർമൽ ക്യാമറയിൽ വെച്ച് നോക്കുമ്പോൾ അപ്പർ ലെയറിൽ ഷോർട്ട് കാണിക്കുന്നുണ്ട്. പക്ഷേ ഇത് ഇന്നർ സൈഡിലാണ് ഷോർട്ട്. അപ്പോൾ ബോർഡ് സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതാണ് നമ്മളെ 11ന്റെ ബോർഡ്. ഇത് ബോർഡ് ഫുൾ ഷോർട്ടാണ്. നമ്മൾ ഓൾറെഡി തെർമൽ ക്യാമറ വെച്ചിട്ട് ഷോർട്ട് ഫൈൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട് റോക്സിൻ ഫ്ലക്സ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ വോൾട്ടേജ് ഇഞ്ചെക്ട് ചെയ്യാണ്. വോൾട്ടേജ് ഇഞ്ചെക്ട് ചെയ്യുമ്പോൾ ഈ ക്യാപ്പ് ഷോർട്ടാണ്. അപ്പോൾ നമ്മൾ ഈ കപ്പാസിറ്റർ ഏതെന്ന് വരുന്ന ലൈനാണ്, ഇത് എന്താണ് ഷോർട്ട് ആയിട്ടുള്ളത് നമുക്ക് ബോർഡിനെ വെച്ചിട്ടൊന്ന് നോക്കി നോക്കാം. ബോർണിയോയിൽ നമ്മൾ ഈ കാണുന്ന കപ്പാസിറ്റർ ആണ് ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിന്റെ ലൈന് കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കമ്പൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ബിറ്റ് മാപ്പും സ്കീമാറ്റിക്സും ഓൺ ആക്കി വെച്ചിട്ടുണ്ട്. ഇതിൽ ബിറ്റ് മാപ്പിൽ നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഏതാണ് കമ്പോണന്റ് എന്നുള്ളത് ഇതിൽ കാണിക്കും. ഈ C3311 ഈ കപ്പാസിറ്റർ ആണ് ഷോർട്ട്. അപ്പൊ നമുക്ക് ഈ കപ്പാസിറ്റർ റീപ്ലേസ് ചെയ്യണം. ഈ 4.7 UF എന്നുള്ളത് സെയിം വാല്യൂ ഉള്ള കപ്പാസിറ്റർ നമ്മൾ റീപ്ലേസ് ചെയ്യണം. ആദ്യം നമുക്ക് ഈ കപ്പാസിറ്റർ റിമൂവ് ആക്കിയിട്ട് ഷോർട്ട് പോയിട്ടുണ്ടോ ഇല്ലേ നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പൊ നമ്മൾ കപ്പാസിറ്റർ റിമൂവ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഷോർട്ട് പോയിട്ടുണ്ടോ ഇല്ലേ നോക്കാം. 000 ഷോർട്ട് റിമൂവ് ആയിട്ടുണ്ട്. നമുക്ക് ആ കപ്പാസിറ്റർ റീപ്ലേസ് ചെയ്തിട്ട് ഫുള്ള് പാക്ക് ചെയ്തിട്ട് ഫുള്ളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ 11 അങ്ങനെ ഫുള്ള് നമ്മൾ പാക്ക് ചെയ്തിട്ടുണ്ട്. ഫുള്ള് ഓക്കെയാണ്, പക്ക ഫുള്ള് വർക്കിംഗ് ആണ്. സാൻഡ്വിച്ച് ബോർഡ് പാക്ക് ചെയ്തതിന് ശേഷം നമ്മളെപ്പോഴും വൈഫൈ, ബ്ലൂടൂത്ത് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്ത് നോക്കണം. ലെയർ സംബന്ധമായ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇതൊന്നും വർക്ക് ആവില്ല. അപ്പോൾ അതുപോലെ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്തോളൂ.